ഹായ് ഓൾ, നീറ്റ് ഈസിയിലേക്ക് സ്വാഗതം. പ്ലാൻ കിങ്ഡം എന്ന ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ പ്ലാന്റ്സിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നും അതിലെ ആദ്യത്തെ ക്ലാസ്സായ ആൽഗയെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ്സിൽ രണ്ടാമത്തെ ക്ലാസ്സായ ബ്രയോഫൈറ്റ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ബ്രയോഫൈറ്റ്സ്? പ്ലാൻ കിങ്ഡത്തിലെ രണ്ടാമത്തെ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സാണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബ്രയോഫൈറ്റ്സിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഫീബിയൻസിന് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ പറ്റും. ഇങ്ങനെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെയാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഫ്രോഗ്, തവള. ഇവർക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. അപ്പോൾ പ്ലാൻ കിങ്ഡത്തിലെ ആംഫീബിയൻസ് എന്നാണ് ബ്രയോഫൈറ്റ്സ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? നമുക്കറിയാം ഈ ലോവർ പ്ലാന്റ്സ് ഒക്കെ എന്താണ്, വാട്ടറിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആൽഗകളൊക്കെ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലായിരുന്നു കാണപ്പെടുന്നത്. ബ്രയോഫൈറ്റ്സ് ആയപ്പോഴെന്താ, കൂടുതലും അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ് ആണ്, പക്ഷേ ഇവർക്ക് സോയിലും ജീവിക്കാൻ പറ്റും. അതായത് ഇവർ കുറച്ച് കരയിലോട്ട് കയറി. ആൽഗ ആയിരുന്നപ്പോൾ അക്വാട്ടിക് ആയിരുന്നു, ബ്രയോഫൈറ്റ്സ് ആയപ്പോഴത്തേക്ക് എന്താണ്, ഇവർക്ക് ടെറസ്ട്രിയലായിട്ടും ജീവിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, വാട്ടർ ഇല്ലാതെ ഇവരുടെ ലൈഫ് സൈക്കിൾ പൂർണ്ണമാകത്തില്ല. കാരണം ഇവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അതിനകത്ത് വാട്ടറിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷന് വാട്ടർ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർ സോയിലിൽ, വെള്ളത്തിനടിയിലല്ലാതെ സോയിലിൽ വളരാൻ പറ്റുമെങ്കിലും വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ കരയിലും കൂടെ ജീവിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഇവരെ ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് വിളിക്കുന്നത്. ഇനി ബ്രയോഫൈറ്റ്സിൽ വീണ്ടും ഇവരെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മോസസ് എന്നും ലിവർ വേർഡ്സ് എന്നും. ഇനി കൂടുതലായിട്ട് ഇവരെ കാണപ്പെടുന്നത് എവിടെയാണ്? മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസാണ്. അതായത് നനവുള്ള, അധികം വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ, ഡാംപ്, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് ലൊക്കാലിറ്റീസ്. അതായത് ഇവർക്കധികം വെയിൽ ആവശ്യമില്ല, കുറച്ച് ഹ്യൂമിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോയിസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ്. കാരണം വാട്ടർ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട്. ഇനി ഇവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ഇവർ പ്ലാൻ സക്സഷന് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് നമുക്കറിയാം പാറകളൊക്കെ ഇല്ലേ, മലകളിലൊക്കെ പാറകളുണ്ട്. ഈ പാറകളിലൊക്കെ ആദ്യമായിട്ട് കാണപ്പെടുന്നത് മറ്റ് ചില സസ്യങ്ങളും ഉണ്ട്, അതിൻ്റെ കൂടെ ഈ ബ്രയോഫൈറ്റ്സിനെയും കാണാൻ പറ്റും. ഇവരാണ് ആദ്യമായിട്ട് അവിടെ ഒരു ലിവിങ് പ്ലാന്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവരുടെ ബോഡി ആ റോക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പതുക്കെ ആ റോക്കിനെ അല്ലെങ്കിൽ ആ പാറയെ പൊടിക്കാൻ തുടങ്ങും. പയ്യെ കാലങ്ങളെടുത്ത് ആ റോക്കിനെ പൊടിക്കാൻ തുടങ്ങും. അപ്പോൾ പതുക്കെ സോയിൽ ഫോർമേഷൻ നടക്കും, അതായത് സോയിലുണ്ടായി വരും. അപ്പോൾ സോയിലുണ്ടായി വരുമ്പോൾ മറ്റ് ഹയർ പ്ലാന്റ്സിന് ഈ സോയിലിൽ ജീവിക്കാൻ പറ്റും. അല്ലാതെ ഒരു പാറയിൽ ഡയറക്റ്റ് ചെന്ന് മറ്റ് പ്ലാന്റ്സിന് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പ്ലാന്റ് സക്സഷന് ഒരു ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആൾക്കാരാണ് ബ്രയോഫൈറ്റ്സ്. ഇനി ബ്രയോഫൈറ്റ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ബ്രയോഫൈറ്റ്സിൻ്റെ ബോഡിയും താലസ് ലൈക്കാണ്, അല്ലെങ്കിൽ ഇവരും താലോഫൈറ്റ്സ് ആണ്. കാരണം ഇവർക്ക് നമുക്ക് കറക്റ്റായിട്ട് ഒരു റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് അങ്ങനെ പറയാനുള്ള സ്ട്രക്ചേഴ്സ് ഇല്ല. അല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോഡിയാണ് താലസ് ലൈക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ താലോഫൈറ്റ്സ് ആണ്. പക്ഷേ ആൽഗയുടെ ബോഡിയെക്കാട്ടിലും കുറച്ചുകൂടെ ഡിഫറൻഷിയേറ്റഡ് ആണ് ഇവരുടെ ബോഡി. ആൽഗയിൽ നമുക്ക് പ്ലാന്റ് ബോഡി ഒരു തരത്തിലും തിരിച്ചറിയാൻ പറ്റില്ല, ഏതാണ് ലീഫ്, ഏതാണ് സ്റ്റെമ്മ്, ഏതാണ് റൂട്ട്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഡിഫറൻഷിയേറ്റഡ് ആണ്. പക്ഷേ ഒരു വെൽ ഡിഫൈൻഡ് ലീഫോ റൂട്ടോ സ്റ്റെമ്മോ ഒന്നും തന്നെ ഇല്ല. ഇനി ഇവരെ പല തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നെങ്കിൽ പ്രോസ്ട്രേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇറക്റ്റ് ആയിട്ട്. അപ്പോൾ പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ചിത്രത്തിൽ കാണപ്പെടുന്ന പോലെ അത് എവിടെയാണോ വളരുന്നത് ആ ഭാഗമായിട്ട് പറ്റിച്ചേർന്ന് വളരുക, പറ്റി പിടിച്ച് വളരുക, പരന്ന് വളരുക. അതിനെയാണ് പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇറക്റ്റായിട്ടും വളരാൻ പറ്റും. അതായത് ഈ രണ്ടാമത്തെ ഇത് കൊടുത്തിരിക്കുന്നത് ഇറക്റ്റായിട്ട് കണ്ടോ, മുകളിലേക്ക് നിൽക്കുന്നത് കണ്ടോ? അങ്ങനെ മുകളിലേക്ക് വന്നും നിൽക്കാൻ പറ്റും. ഒന്നുകിൽ പ്രോസ്ട്രേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇറക്റ്റായിട്ട്. ഇനി ഇവർക്ക് റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതാണ് റൈസോയിഡ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പിക്ചറിലും നാലാമത്തെ പിക്ചറിലും കാണിച്ചിട്ടുണ്ട് റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്.
ഈ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒന്നെങ്കിൽ യൂണിസെല്ലുലാർ ആയിരിക്കും, അതാണ് ഈ മൂന്നാമത്തെ പിക്ചേഴ്സിൽ കാണിച്ചിട്ടുള്ളത് യൂണിസെല്ലുലാർ റൈസോയിഡ്സ്, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് ആയിരിക്കും. ഈ റൂട്ട് ലൈക്ക് സ്ട്രക്ചറിനെയാണ് റൈസോയിഡ് എന്ന് വിളിക്കുന്നത്. അതൊന്നുകിൽ യൂണിസെല്ലുലാർ ആയിരിക്കും, ഇല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നും ഇല്ല. റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സാണ് ഉള്ളത്. ഇനി ഇവരുടെ മെയിൻ പ്ലാന്റ് ബോഡി ഹാപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം, നമുക്ക് ഹ്യൂമൻസിനെ തന്നെ എടുക്കാം. ഈ ഹ്യൂമൻസിന് 46 ക്രോമസോംസ് ആണ് ഉള്ളത്. അതായത് 23 ക്രോമസോംസ് പെയർഡ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് 46. ശരിക്കും നമ്മുടെ ക്രോമസോം നമ്പർ അൺപെയർഡ് ആയിട്ടിരിക്കുന്നത് 23 ആണ്. പക്ഷേ നമ്മുടെ സെല്ലെടുത്തു കഴിഞ്ഞാൽ ഈ ക്രോമസോംസൊക്കെ പെയർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് 23 ക്രോമസോംസും പെയർഡ് ആയിട്ട്. അപ്പോൾ എത്ര ആവും? 46 ആവും. അപ്പോൾ ഇങ്ങനെ അൺപെയർഡ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ക്രോമസോം നമ്പറിനെയാണ് ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. അത് N കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി പെയർഡ് ആയിട്ടുള്ള ക്രോമസോം നമ്പറിനെയാണ് ഡിപ്ലോയിഡ് എന്ന് വിളിക്കുന്നത്. ഇതിനെ 2N കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രയോഫൈറ്റിൻ്റെ പ്ലാന്റ് ബോഡി എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അതായത് N എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കും, ഹാപ്ലോയിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഗമറ്റോഫൈറ്റ് എന്നാണ്. ഗമറ്റോഫൈറ്റ്. കാരണം എന്താണ്? ഇവരാണ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗമീറ്റ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ സെൽസ്. അപ്പോൾ സെക്ഷൽ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അതിനെ ഗമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നു. ഇതെന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഇനി ഇവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ബ്രയോഫൈറ്റ്സിൻ്റെ സെക്സ് ഓർഗൻസ് ഒക്കെ മൾട്ടി സെല്ലുലാറാണ്. അതായത് സെക്സ് ഓർഗൻസ് ഒന്നിലധികം സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മെയിൽ സെക്സ് ഓർഗനാണ് ആന്തറീഡിയം എന്ന് പറയുന്നത്. മെയിൽ സെക്സ് ഓർഗനാണ് ആന്തറീഡിയം. ഇതെന്താ ചെയ്യുന്നത്? ആന്ത്രോസോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ ഗമീറ്റ്സ് ആണ് ആന്ത്രോസോയിഡ്സ്. മെയിൽ സെക്സ് ഓർഗനാണ് ആന്തറീഡിയം. ആന്തറീഡിയമാണ് ആന്ത്രോസോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ആന്ത്രോസോയിഡ്സിന് 2 ഫ്ലജെല്ല ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ബൈഫ്ലാജെല്ലേറ്റ് എന്ന് വിളിക്കുന്നത്. ബൈഫ്ലാജെല്ലേറ്റ് ആന്ത്രോസോയിഡ്സ്. ഇനി ഫീമെയിൽ സെക്സ് ഓർഗനാണ് ആർക്കിഗോണിയം. ഈ ആർക്കിഗോണിയം ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. ആർക്കിഗോണിയത്തിൻ്റെ ഷേപ്പ് ഫ്ലാസ്കിൻ്റെ ഷേപ്പാണ്. ആർക്കിഗോണിയം ഫ്ലാസ്ക് ഷേപ്ഡ് ആണ്. ഈ ആർക്കിഗോണിയമാണ് എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഒരു സിംഗിൾ എഗ്ഗിനെയാണ് ആർക്കിഗോണിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആന്തറീഡിയം ബൈഫ്ലാജെല്ലേറ്റ് ആയിട്ടുള്ള ഒരുപാട് ആന്ത്രോസോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആർക്കിഗോണിയം ഒരു സിംഗിൾ എഗ്ഗിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ ആന്ത്രോസോയിഡ്സിനെ എന്താ ചെയ്യുന്നത്? ആന്ത്രോസോയിഡ്സ് അല്ലെങ്കിൽ മെയിൽ ഗമീറ്റ്സിനെ വാട്ടറിലേക്ക് റിലീസ് ചെയ്യും. ഈ വാട്ടറിലൂടെ ആന്ത്രോസോയിഡ്സ് ആർക്കിഗോണിയവുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. എന്നിട്ട് ആന്ത്രോസോയിഡും എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്താണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ എസെൻഷ്യലാണ്. കാരണം എന്താണ്? ആന്ത്രോസോയിഡ്സിനെ വാട്ടറിലൂടെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറാണ് ഇവരെ ക്യാരി ചെയ്തുകൊണ്ട് ആർക്കിഗോണിയത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. അവിടെ വെച്ച് എഗ്ഗും ആന്ത്രോസോയിഡും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇനി സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താണിവിടെ? നമുക്കറിയാം ഗമറ്റോഫൈറ്റ് എന്താണ്? ഹാപ്ലോയിഡാണ്. അപ്പോൾ ആന്ത്രോസോയിഡ് ഹാപ്ലോയിഡാണ്. ആർക്കിഗോണിയത്തിലിരിക്കുന്ന എഗ്ഗും ഹാപ്ലോയിഡാണ്. അതായത് 2 ഹാപ്ലോയിഡ് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന സൈഗോട്ട് എന്തായാലും 2N സ്റ്റേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിനെ ഡിപ്ലോയിഡ് എന്ന് പറയാം. ഡിപ്ലോയിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി ഈ ഡിപ്ലോയിഡ് സ്റ്റേറ്റിലിരിക്കുന്ന സൈഗോട്ട് പെട്ടെന്ന് തന്നെ മിയോസിസ് നടത്തത്തില്ല, അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടത്തത്തില്ല. മിയോസിസ്, മൈറ്റോസിസ് ഇത് 2 ടൈപ്പ് സെൽ ഡിവിഷനാണ്. മിയോസിസിൽ 2N സ്റ്റേറ്റിലിരിക്കുന്ന ആൾ N സ്റ്റേറ്റിലായിട്ട് മാറും മിയോസിസിൽ. എന്നാൽ ഇവിടെ മിയോസിസ് നടക്കുന്നില്ല. സൈഗോട്ട് പെട്ടെന്ന് തന്നെ റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് നടത്തുന്നില്ല. സൈഗോട്ട് എന്ത് ചെയ്യും? സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഒരു അടുത്ത ഒരു ഇതായിട്ട് മാറും. അതായത് നമുക്കറിയാം പ്ലാന്റ്സിൽ നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. നേരത്തെയുള്ള ചാപ്റ്ററിൽ കിങ്ഡം പ്ലാന്റയെ പറ്റി പഠിച്ചപ്പോൾ കിങ്ഡം പ്ലാന്റയിലെ മെമ്പേഴ്സ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിളിൽ അത് എക്സിബിറ്റ് ചെയ്യുന്ന 2 ഫേസസ് ആണ് ഗമീറ്റോഫൈറ്റിക് ഫേസും സ്പോറോഫൈറ്റിക് ഫേസും. അപ്പോൾ ഗമീറ്റോഫൈറ്റ് ഉണ്ടാക്കിയ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി. ഈ സൈഗോട്ട് വളർന്ന് ഒരു മൾട്ടി സെല്ലുലാർ സ്പോറോഫൈറ്റായിട്ട് മാറുന്നു. ഇനി ഇവിടുത്തെ പ്രത്യേകത, സ്പോറോഫൈറ്റ് ഫ്രീ ലിവിങ് അല്ല. അതായത് സ്പോറോഫൈറ്റ് ഒരു പ്രത്യേക ചെടിയായിട്ട് അങ്ങ് മാറുമല്ല. ഈ സ്പോറോഫൈറ്റ് ഗമീറ്റോഫൈറ്റിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഗമീറ്റോഫൈറ്റ് ആണ് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾ. അപ്പോൾ അതിനാണ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത്. അതുകൊണ്ട് സ്പോറോഫൈറ്റ് ഗമീറ്റോഫൈറ്റിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നിൽക്കുന്നു. കാരണം അതിന് ഫുഡ് ആവശ്യമുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്പോറോഫൈറ്റിൽ മിയോസിസ് നടക്കുന്നു. സ്പോറോഫൈറ്റിൽ മിയോസിസ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ സ്പോറോഫൈറ്റ് 2N സ്റ്റേറ്റിലാണുള്ളത്. കാരണം സൈഗോട്ടിൽ നിന്ന് ഡയറക്റ്റ് ഫോം ചെയ്തുകൊണ്ട്. ഈ 2N സ്റ്റേറ്റിലിരിക്കുന്ന സ്പോറോഫൈറ്റിൽ മിയോസിസ് നടന്ന് N സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഫോം ചെയ്യുന്നു. ഈ സ്പോർസ് ജേർമിനേറ്റ് ചെയ്ത് വീണ്ടും ഗമീറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നു. ഇതാണ് ബ്രയോഫൈറ്റ്സിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി ഇവിടെ അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇവരുടെ ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം ആണെന്ന്. അപ്പോൾ ഈ മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് ആർക്കിഗോണിയം. അത് ഈ പ്ലാന്റ് ബോഡിയിൽ നിന്ന് ആർക്കിഗോണിയോ ഫോർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലൂടെ ഇങ്ങനെ മുകളിലേക്ക് നീണ്ടു വന്നിട്ടാണ് അതിൻ്റെ മുകളിൽ ആർക്കിഗോണിയോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാന്റ് ബോഡിയിൽ നിന്ന് ആന്തറിഡിയോ ഫോർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് വന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ആന്തറിഡിയം ഇരിക്കുന്നത്. അതിനുള്ളിലാണ് ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഗമീറ്റോഫൈറ്റിൻ്റെയും സ്പോറോഫൈറ്റിൻ്റെയും പിക്ചർ. ഗമീറ്റോഫൈറ്റിന് എന്താണ്? റൈസോയിഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഫോട്ടോസിന്തറ്റിക് ആവുന്നത്. അങ്ങനെയുള്ള സ്ട്രക്ചറാണ് ഗമീറ്റോഫൈറ്റ്. ഇനി ഈ ഗമീറ്റോഫൈറ്റിനെ അറ്റാച്ച് ചെയ്ത് തന്നെയാണ് സ്പോറോഫൈറ്റ് നിൽക്കുന്നത്. ഈ ഒരു ബ്രൗൺ കളറിലെ സ്റ്റോക്ക് കാണിച്ചിരിക്കുന്നത് തൊട്ട് സ്പോറോഫൈറ്റാണ്. സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് അല്ല, അല്ലെങ്കിൽ ഫ്രീ ലിവിങ് അല്ല, ഗമീറ്റോഫൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്പോറോഫൈറ്റിന് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന, സീറ്റ എന്ന് പറയുന്നതൊക്കെ പാർട്സ് ഉണ്ട്. ഇനി ഇതാണ് അതിൻ്റെ സെക്ഷൽ സൈക്കിൾ. അതായത് മെയിൻ പ്ലാന്റ് ബോഡി ഗമീറ്റോഫൈറ്റ് ആണ്. ബ്രയോഫൈറ്റ്സിൻ്റെ മെയിൻ പ്ലാന്റ് ബോഡി ഗമീറ്റോഫൈറ്റ് ആണ്, അതായത് ഹാപ്ലോയിഡ്. ഈ ഗമീറ്റോഫൈറ്റ്സ് ആണ് ആന്തറിഡിയവും ആർക്കിഗോണിയവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ്. ആന്തറിഡിയത്തിൽ നിന്ന് ആന്ത്രോസോയിഡ്സ് ഉണ്ടാവുന്നു, ആർക്കിഗോണിയത്തിൽ എഗ് ഉണ്ടാവുന്നു. വാട്ടറിലൂടെ ആന്ത്രോസോയിഡ്സ് ആർക്കിഗോണിയത്തിൻ്റെ അടുത്ത് എത്തുന്നു. എന്നിട്ട് അത് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടാവുന്നു. അപ്പോൾ സൈഗോട്ട് ഡിപ്ലോയിഡാണ്. ഈ സൈഗോട്ട് എന്താവുന്നു? സ്പോറോഫൈറ്റ്, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. ഇനി സ്പോറോഫൈറ്റിൻ്റെ പിക്ചർ നമ്മൾ ഇപ്പുറത്ത് കാണിച്ചില്ലേ, അതിനൊരു ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു. ഈ ക്യാപ്സ്യൂളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ക്യാപ്സ്യൂളിനകത്ത് മിയോസിസ് നടക്കുന്നു. മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഫോം ചെയ്യുന്നു. ഈ ഹാപ്ലോയിഡ് സ്പോർസ് ജേർമിനേറ്റ് ചെയ്തിട്ട് പുതിയ ഗമീറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. അതായത് ഹാപ്ലോയിഡ് സ്റ്റേറ്റിലുള്ള ഗമീറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. ഇതാണ് ബ്രയോഫൈറ്റ്സിൻ്റെ സെക്ഷൽ സൈക്കിൾ. അപ്പോൾ ഇതിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളത് ഗമീറ്റോഫൈറ്റ് ആണ്, കാരണം അതാണ് ഫോട്ടോസിന്തറ്റിക്. സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് അല്ല, അത് ഡിപ്പെൻഡൻ്റ് ഓൺ ഗമീറ്റോഫൈറ്റ് ആണ്. അടുത്തത് ഈ ബ്രയോഫൈറ്റ്സിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? എന്തൊക്കെയാണ് യൂസസ്? അതായത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇവർ പയനീർ സ്പീഷീസാണ്. അതായത് ബ്രയോഫൈറ്റ്സിലുള്ള ചില ആൾക്കാരാണ് മോസസ്. ഇവർ രണ്ടായിട്ടല്ലേ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, മോസസ് എന്നും ലിവർ വേർഡ്സ് എന്നും. അപ്പോൾ ഈ മോസസ് ലൈക്കൻസുമായിട്ട് ചേർന്ന്, ലൈക്കൻസ് നമുക്കറിയാം ഫംഗയും ആൽഗയും തമ്മിലുള്ള അസോസിയേഷനാണ് ലൈക്കൻസ്. അപ്പോൾ ഈ മോസസും ലൈക്കൻസും ഒക്കെയാണ് പയനീർ സ്പീഷീസ് എന്ന് പറയുന്നത്. പയനീർ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുള്ളവർ, ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുന്നവരെയാണ്, ആദ്യമായിട്ട് താമസിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരെയാണ് പയനീർ എന്ന് പറയുന്നത്, പയനീർ സ്പീഷീസ്. അപ്പോൾ ഇവരാണ് ആദ്യമായിട്ട് പാറകളിലൊക്കെ പോയി താമസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, കുറേ നാൾ ഇവർ താമസിക്കുമ്പോൾ ഇവരുടെ ആ റൈസോയിഡ്സൊക്കെ ഈ പാറകളിലേക്കല്ലേ അറ്റാച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് പാറകൾ പൊടിയാൻ തുടങ്ങും. എന്നിട്ട് സോയിൽ ഫോം ചെയ്യും. ഇങ്ങനെ സോയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഹയർ പ്ലാന്റ്സിനോട് ഗ്രോ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് സോയിൽ ഫോർമേഷന് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
ഇവർ വളരുന്ന സ്ഥലത്ത് സോയിലിൽ നല്ല ഡെൻസ് മാറ്റ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ മാറ്റുകളില്ലേ, അതുപോലെ ഇവർ മണ്ണിലിങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ ഒരു മാറ്റ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെയിൻഫോൾ ഉണ്ടാകുമ്പോൾ, മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കുറയും മണ്ണിൽ. അതായത് മണ്ണൊലിപ്പ് കുറയ്ക്കുന്നു. വെറുതെ കുറച്ച് മണ്ണ് കിടക്കുകയും അല്ലെങ്കിൽ പ്ലാന്റ്സ് നിൽക്കുന്ന മണ്ണിൽ, എവിടെയാണ് മണ്ണൊലിപ്പ് കൂടുതൽ? വെറുതെ കിടക്കുന്ന മണ്ണിൽ. പ്ലാന്റ്സ് നിൽപ്പുണ്ടെങ്കിൽ എന്താ, പ്ലാന്റ്സ് മണ്ണിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ആ മണ്ണൊലിപ്പ് വളരെ കുറവായിരിക്കും അവിടെ. അങ്ങനെ ഇവർ സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇനി ഒരു ടൈപ്പ് ബ്രയോഫൈറ്റ്സ് ആണ് സ്പാഗ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ പീറ്റ് മോസ് എന്നും വിളിക്കും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് പീറ്റ്. ഈ പീറ്റിനെ നമുക്ക് ഫ്യൂവലായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ പാക്കിംഗ് മെറ്റീരിയലായിട്ടും യൂസ് ചെയ്യാം. അതായത് ഈ പീറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും ഈ പോട്ടി മിക്സ് ഒക്കെ ഇല്ലേ, നമ്മൾ പ്ലാന്റ്സ് ഒക്കെ അല്ലെങ്കിൽ സീഡ്സ് ഒക്കെ കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിക്കുന്ന സാധനമാണ് പോട്ടി മിക്സ് എന്ന് പറയുന്നത്. അതിനകത്തേക്ക് മെയിൻ കമ്പണൻ്റാണ് ഈ പീറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്കിപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ പാകിയ സീഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു, തൈകൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മണ്ണോടുകൂടിയല്ലേ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്, കാരണം അത് ലിവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിന് കേടുപാടുകളൊന്നും പറ്റാതെയാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ അതിൻ്റെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റിനൊക്കെ നമ്മൾ ഈ പീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഈ പീറ്റിന് നല്ല വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ഉണ്ട്. പീറ്റ് എന്ന് പറഞ്ഞാൽ സ്പാഗ്നം എന്ന് പറയുന്ന ഒരു മോസിൽ നിന്ന് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ പീറ്റ് മോസിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതിനെ നമ്മൾ പോട്ടി മിക്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് നന്നായിട്ട് വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സമയത്ത് പ്ലാന്റ്സിന് ആവശ്യമായ വാട്ടർ അതിൽ നിന്ന് കിട്ടും. ഇനി ചില മോസസ് ഒക്കെ ഹെർബേഷ്യസ് മാമൽസിനും ബേർഡ്സിനും ആനിമൽസിനും ഒക്കെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇവരുടെ യൂസസ്. ഇനി നമ്മൾ പറഞ്ഞു ബ്രയോഫൈറ്റ്സിനെ 2 ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലിവർ വേർഡ്സും മോസസും. ഫസ്റ്റ് ലിവർ വേർഡ്സ് എന്താ, മോയിസ്റ്റ് ഷെയ്ഡി ഹാബിറ്റാറ്റ്സിലാണ് വളരുന്നത്. ഇവരുടെ ബോഡി താലോയിഡാണ്. ഒരു എക്സാമ്പിളാണ് മർച്ചാൻഷ്യ. അതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മർച്ചാൻഷ്യ. ഇവരുടെ താലസ് ഡോഴ്സി വെൻട്രൽ ആൻഡ് ക്ലോസ്ലി അപ്രസ് ടു ദ സബ്സ്ട്രേറ്റ്. അതായത് ഈ പിക്ചർ നോക്കിയാൽ തന്നെ അറിയാം ഇവരുടെ ബോഡി എന്താണ്, അത് നിൽക്കുന്ന സ്ഥലവുമായിട്ട് ഇങ്ങനെ വളരെ പറ്റിച്ചേർന്ന് സബ്സ്ട്രേറ്റുമായിട്ട് വളരെ ഇങ്ങനെ നമ്മളെന്തോ പ്രസ് ചെയ്ത് വെച്ച പോലെ, അമക്കി വെച്ച പോലെ വളരെ പറ്റിച്ചേർന്നാണ് വളരുന്നത്. അതുപോലെ ഈ പ്ലാന്റ് ബോഡിക്ക് 2 സർഫസ് ഉണ്ട്. നമുക്കിങ്ങനെ മുകളിൽ കാണാൻ പറ്റുന്ന ആ ഒരു പാർട്ടിനെയാണ് ഡോഴ്സൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി താഴെ നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗത്തിനെയാണ് വെൻട്രൽ എന്ന് പറയുന്നത്, വെൻട്രൽ സർഫസ്. അപ്പോൾ ഇവർക്കെന്താ, ഒരു ഡോഴ്സൽ സർഫസും ഉണ്ട്, വെൻട്രൽ സർഫസും ഉണ്ട്. ഈ 2 സർഫസിൻ്റെയും സ്ട്രക്ചർ ഒരുപോലെ ആയിരിക്കില്ല, ഡിസിമിലർ ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് ഡോഴ്സി വെൻട്രൽ എന്ന് പറയുന്നത്. അതുപോലെ ഇവർ വളരുന്ന സ്ഥലവുമായിട്ട് പറ്റിച്ചേർന്നാണ് വളരുന്നത്. ഇനി ഇവർക്ക് ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാമല്ലോ, ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷനിലൂടെയോ അല്ലെങ്കിൽ ജെമ്മ ഫോർമേഷൻ വഴിയോ ആണ്. ഫ്രാഗ്മെൻറ്റേഷൻ നമുക്കറിയാം, ഒരു താലസ് പലതായിട്ട് ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് ആ ഓരോ ഫ്രാഗ്മെൻറ്റ്സും ഡിവൈഡ് ചെയ്ത് ഓരോ ഓർഗാനിസംസ് ആയിട്ട് മാറുന്നു. അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ. അടുത്തതാണ് ജെമ്മ ഫോർമേഷൻ. ജെമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഗ്രീൻ മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ്സ് ആണ്. അതായത് ജെമ്മ എന്ന് പറഞ്ഞാൽ അസെക്ഷൽ ബഡ്സ് ആണ്, അതിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കും, അതുപോലെ അത് മൾട്ടി സെല്ലുലാറുമാണ്. ഇത് ജെമ്മ കപ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സിനകത്താണ് ജെമ്മ കാണപ്പെടുന്നത്. അപ്പോൾ ജെമ്മ എന്താണ്, നമ്മൾ ഒരു താലസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രയോഫൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബോഡിയിൽ ജെമ്മ കപ്സ് എന്ന് പറയുന്ന ചില സാധനങ്ങൾ കാണും. ഈ ജെമ്മ കപ്സിനകത്താണ് ജെമ്മ ഫോം ചെയ്യുന്നത്. ഇനി ജെമ്മ പേരൻറ്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ജേർമിനേറ്റ് ചെയ്താണ് പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാവുന്നത്. അതായത് ഇവിടെ ഒരു പിക്ചറുണ്ട്, ഇതിൽ കാണാം ജെമ്മ കപ്പ് എന്നും പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഈ ജെമ്മ കപ്സിനകത്താണ് ജെമ്മ ഫോം ചെയ്യുന്നത്. അതായത് അസെക്ഷൽ ബഡ്സ് ആണ് ജെമ്മ. അതിനുശേഷം ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ ഈ ജെമ്മ ഈ താലസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവും, എന്നിട്ട് ഒരു പുതിയ ഇൻഡിവിജ്വലായിട്ട് വളരുന്നു.
അങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഫ്രാഗ്മെൻറ്റേഷനും ഉണ്ട്, അസെക്ഷൽ ബഡ്സും ഉണ്ട്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒന്നുകിൽ ഈ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഒരേ താലസിൽ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ ചില സ്പീഷീസിലാണെങ്കിലോ ഒന്നുകിൽ ആ ഒരു പ്ലാന്റ് മെയിലായിരിക്കും, അപ്പോൾ അതിൽ മെയിൽ സെക്സ് ഓർഗൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫീമെയിൽ പ്ലാന്റ് ആണെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചിലതിൽ സെയിം താലസിൽ തന്നെ 2 സെക്സ് ഓർഗൻസും ഉണ്ടാകുന്നു, ചിലതിൽ ഡിഫറെൻറ്റ് താലസിലായിരിക്കും ഡിഫറെൻറ്റ് സെക്സ് ഓർഗൻസ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ സ്പോറോഫൈറ്റ് വരെ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞിരുന്നു. സ്പോറോഫൈറ്റിന് നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞ പാട്ടില്ല. അപ്പോൾ ലിവർ വേർഡ്സിനും സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇനി സ്പോറോഫൈറ്റിന് 3 പാർട്സ് ഉണ്ട്: ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. ഇങ്ങനെ 3 പാർട്സ് ഉണ്ട്. ക്യാപ്സ്യൂളിലാണ് മിയോസിസ് നടക്കുന്നത്, എന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഫോം ചെയ്യുന്നു. ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ സ്പോറോഫൈറ്റിൻ്റെ ഭാഗമാണ്, അത് ഡിപ്ലോയിഡ് ആണ്. അതിൽ മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഉണ്ടാകുന്നു. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്താണ് ഫ്രീ ലിവിങ് ഗാമിറ്റോഫൈറ്റ് ആവുന്നത്. സ്പോറോഫൈറ്റ് നോട്ട് ഫ്രീ ലിവിങ് അല്ലെങ്കിൽ നോട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത്രയാണ് ലിവർ ബേർഡ്സിനെ പറ്റിയിട്ടുള്ളത്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് മോസസ്. മോസസിലും ഈ ലിവർ ബേർഡും മോസും ബ്രയോഫൈറ്റ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി ഗാമിറ്റോഫൈറ്റ് ആണ്. പക്ഷേ മോസസിൽ ഗാമിറ്റോഫൈറ്റിന് തന്നെ 2 സ്റ്റേജ് ഉണ്ട്: പ്രോട്ടോണിമ സ്റ്റേജും ഉണ്ട്, ലീഫി സ്റ്റേജും ഉണ്ട്. പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്പോറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് പ്രോട്ടോണിമ സ്റ്റേജ്. ഇത് ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫിലമെൻറ്റസ്ലി ആൻഡ് ഫ്രീക്വൻ്റ്ലി ഫിലമെൻറ്റസ് സ്റ്റേജ് ആയിരിക്കും. അതായത് ഈ പിക്ചറിൽ കാണപ്പെടുന്നത് പോലെ ഗ്രീനാണ്, പിന്നെ ക്രീപ്പി ഇങ്ങനെ ഇഴഞ്ഞു വളരുന്ന പോലത്തെ ആൾക്കാരാണ്. ഇതിനെയാണ് പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് ഈ പ്രോട്ടോണിമ സ്റ്റേജ്. സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് ഉടനെ ഉണ്ടാകുന്നത് പ്രോട്ടോണിമ സ്റ്റേജാണ്. രണ്ടാമത്തെ സ്റ്റേജാണ് ലീഫി സ്റ്റേജ്. അതായത് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? പ്രോട്ടോണിമയിൽ നിന്നും ഒരു ലാറ്ററൽ ബഡ് പോലെ, ഇവിടെ പിക്ചറിൽ കാണാം, പ്രോട്ടോണിമയിൽ നിന്നൊരു ലാറ്ററൽ ബഡ് പോലെ ഒരു ബഡ് ഫോം ചെയ്യുന്നു. ഈ ബഡ് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് മാറിയിട്ടാണ് പുതിയ ലീഫി ഗാമിറ്റോഫൈറ്റായിട്ട് മാറുന്നത്. അപ്പോൾ അതാണ് പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും. ഇനി ലീഫി സ്റ്റേജിൽ ചെടി അപ്രൈറ്റ് ആയിരിക്കും, അതുപോലെ സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സും ഉണ്ടായിരിക്കും. പ്രോട്ടോണിമ സ്റ്റേജ് ഇങ്ങനെ ക്രീപ്പി ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ലീഫി സ്റ്റേജ് വരുമ്പോൾ അതിന് ലീവ്സ് ഉണ്ട്, അതുപോലെ ഇത് നേരെ ഉയർന്ന് അപ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സ്ട്രക്ചറും ആയിരിക്കും. ഇനി ഇതിനെ സോയിലുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് റൈസോയിഡ്സ് ഉണ്ട്, ഇതിനകത്ത് സെക്സ് ഓർഗൻസും ഉണ്ട്. അതായത് ഇവിടെ റൈസോയിഡ്സ് കാണാൻ പറ്റുന്നുണ്ട്, ഇതാണ് ഇതിനെ സോയിലുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ലീവ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഗാമിറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? സെക്സ് ഓർഗൻസ് ഉള്ളത്. ഇതാണ് മോസസിൻ്റെ ഗാമിറ്റോഫൈറ്റ്. ഇനി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. നേരത്തെ ലിവർ ബേർട്ടിൻ്റെ കാര്യം പറഞ്ഞു, ഫ്രാഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെയാണ് ഇവിടെയും. പിന്നെ സെക്കൻഡറി പ്രോട്ടോണിമ എന്നുള്ള ബഡ്ഡിങ്, അത് ഇപ്പുറത്തെ പിക്ചറിൽ പറഞ്ഞില്ലേ, ഈ പ്രോട്ടോണിമ എന്നുള്ള ബഡ് ഫോം ചെയ്തിട്ട് ആ ബഡ് ഒരു ഇൻഡിവിജ്വലായിട്ട് മാറുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഗാമിറ്റോഫൈറ്റിലാണ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടാവുന്നത്. ഇനി സ്പോറോഫൈറ്റിന് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു സ്പോറോഫൈറ്റായിട്ട് മാറുന്നു. അതിന് 3 പാർട്സ് ഉണ്ട്: ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. ഫൂട്ടെന്ന് പറയുന്ന പാർട്ടാണ് താഴെ ഗാമിറ്റോഫൈറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാർട്ടാണ് ഫൂട്ട്. പിന്നുള്ള ഒരു സ്റ്റോക്ക് പോലെ നീണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് സീറ്റ. ഏറ്റവും ലാസ്റ്റ് ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂളിൽ മിയോസിസ് നടന്നിട്ടാണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. ഇനി ഈ സ്പോർസിനെ ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് ഇവർക്ക് പല മെക്കാനിസംസും ഉണ്ട്. അങ്ങനെ സ്പോർ ഡിസ്പേഴ്സൽ നടന്നിട്ട് ആ സ്പോർസിൽ നിന്ന് പുതിയ ഗാമിറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നു. എക്സാമ്പിളാണ് ഫ്യൂനേറിയ, പോളിട്രിക്കം, സ്വാഗ്നമാണ് പീറ്റ്മോസ്. ഇത്രയാണ് ബ്രയോഫൈറ്റ്സിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ബ്രയോഫൈറ്റ്സ് ഇതിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളത് ഗാമിറ്റോഫൈറ്റിക് ഫേസ് ആണ്. റൂട്ട്സോ സ്റ്റെമ്മ് ലീവ്സ് ഇതൊന്നുമില്ല. റൈസോയിഡ്സ് ഉണ്ട്,
ഫെർട്ടിലൈസേഷന് വാട്ടർ എസെൻഷ്യലാണ്. ഇനി ഇവർ ഷെയ്ഡി മോയിസ്റ്റ് ഏരിയാസിലാണ് കാണപ്പെടുന്നത്. ലൈഫ് സൈക്കിൾ എങ്ങനെ? ഹാപ്ലോയിഡ് ഗെമിറ്റോഫൈറ്റിൽ ആന്തറീഡിയം ആൻഡ് ആർക്കിഗോണിയം ഫോം ചെയ്യുന്നു. വാട്ടറിൻ്റെ ഹെൽപ്പോടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. സൈഗോട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. സ്പോറോഫൈറ്റ് ഗെമിറ്റോഫൈറ്റിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് ഫ്രീ ലിവിങ് അല്ല. സ്പോറോഫൈറ്റിൻ്റെ ക്യാപ്സ്യൂളിനകത്ത് മിയോസിസ് നടന്നിട്ട് സ്പോറ് ഫോം ചെയ്യുന്നു. ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ഗെമിറ്റോഫൈറ്റായിട്ട് മാറുന്നു. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. പിന്നെ അതല്ലാതെ ലിവർ ബേർഡ്സിൽ എങ്ങനെയാണ് നടക്കുന്നത്? ലിവർ ബേർഡ്സിൽ ജെമ്മ ഫോർമേഷൻ ഉണ്ട്, അതായത് അസെക്ഷൽ ബഡ്സ്. ഇനി മോസസ് ആണെങ്കിലോ സെക്കൻഡറി പ്രോട്ടോണിമയിൽ ഒരു ബഡായിട്ട് ഫോം ചെയ്തിട്ട് അത് ഡിറ്റാച്ച് ചെയ്ത് പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോർട്സ് വഴിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മളിവിടെ പറഞ്ഞു. അടുത്തത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ലിവർ ബേർഡ്സ് എന്നും മോസസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലിവർ ബേർഡ്സിൻ്റെ എക്സാമ്പിളാണ് റിസിയ, മർഷാൻഷ്യ. മോസസിന് എക്സാമ്പിളാണ് ഫ്യുനേറിയ, പോളിട്രിക്കം, സ്വാഗ്നം. ഇവരുടെ പ്ലാൻ ബോഡി ശ്രദ്ധിച്ചാൽ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. അടുത്തത് ഇവരുടെ സ്പോറോഫൈറ്റിന് 3 പാർട്സ് ഉണ്ട്: ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂള്. ക്യാപ്സ്യൂളിലാണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. ഇവരുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്: പയനിയർ സ്പീഷീസ് ആയതുകൊണ്ട് സോയിൽ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ സോയിൽ ഇറോഷൻ തടയുന്നു. എക്കോളജിക്കൽ സക്സഷൻ, അതായത് ഹയർ പ്ലാന്റ്സിന് വളരാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. സ്വാഗ്നം അല്ലെങ്കിൽ പീറ്റ് മോസ് പാക്കിംഗ് മെറ്റീരിയലായിട്ടും ഫ്യൂവലായിട്ടും യൂസ് ചെയ്യുന്നു. ഇവരെയാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്. ഗാമിറ്റോഫൈറ്റ് ആണ് ഡോമിനൻ്റ്. സ്പോറോഫൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ഫെർട്ടിലൈസേഷന് വാട്ടർ ആവശ്യമുണ്ട്. വാസ്കുലർ ടിഷ്യൂസ് ഒന്നും ഇല്ല. റൂട്ട്സിന് പകരം റൈസോയിഡ്സ് ആണുള്ളത്. ഇത്രയാണ് ബ്രയോഫൈറ്റ്സ്. ഇനി ഇതിൻ്റെ MCQs നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഡോമിനൻറ്റ് ഫേസ് ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ്സ്? ബ്രയോഫൈറ്റ്സിൻ്റെ ലൈഫ് സൈക്കിളിലെ ഡോമിനൻറ്റ് ഫേസ് ഏതാണ്? ഗമിറ്റോഫൈറ്റ് ആണ്. ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമിറ്റോഫൈറ്റ് ആണ് ബ്രയോഫൈറ്റ്സിൻ്റെ ലൈഫ് സൈക്കിളിലെ ഡോമിനൻറ്റ് ഫേസ്. ബ്രയോഫൈറ്റ്സ് ആർ കോൾഡ് ദ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ബിക്കോസ് ബ്രയോഫൈറ്റ്സിനെ പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫീബിയൻസ് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ദേ റിക്വയർ വാട്ടർ ഫോർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് വാട്ടർ വേണം, പക്ഷേ ഇവർക്കെന്താ അല്ലാതെ സോയിലും ജീവിക്കാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ, സ്പോറോഫൈറ്റ് ഇൻ ബ്രയോഫൈറ്റ്സ് ഈസ്. ബ്രയോഫൈറ്റ്സിലെ സ്പോറോഫൈറ്റ് എങ്ങനെയാണ്? ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് അല്ല. കംപ്ലീറ്റ്ലി ആബ്സെൻറ്റ്, അറ്റാച്ച്ഡ് ടു ആൻഡ് ഡിപ്പെൻഡ് ഓൺ ഗാമെറ്റോഫൈറ്റ്. അതാണ് കറക്റ്റ്. അതായത് ഗാമെറ്റോഫൈറ്റിൽ അറ്റാച്ച് ചെയ്താണ് സ്പോറോഫൈറ്റ് കാണപ്പെടുന്നത്. ഗാമെറ്റോഫൈറ്റ് ആണ് ഫോട്ടോസിന്തറ്റിക്. അതുകൊണ്ട് ഗാമെറ്റോഫൈറ്റിൽ അറ്റാച്ച് ചെയ്താണ് സ്പോറോഫൈറ്റ് കാണപ്പെടുന്നത്. അതുപോലെ ഗാമെറ്റോഫൈറ്റ് ആണ് ഡോമിനൻറ്റ് ജനറേഷൻ, സ്പോറോഫൈറ്റ് അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോസ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മോസ്? അപ്പോൾ മർഷാൻഷ്യ, റിസിയ ഇത് രണ്ടും എന്താണ്? ലിവേർവേർട്ടാണ്. ഫ്യുനേറിയയാണ് കറക്റ്റ് ആൻസർ. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗാമെറ്റോഫൈറ്റ് ഇൻ മോസ്. നമ്മൾ പറഞ്ഞു മോസിൽ ഗാമെറ്റോഫൈറ്റ്, ലിവർവേർട്ട് ആയാലും മോസ് ആയാലും ഗാമെറ്റോഫൈറ്റ് ആണ് ഡോമിനൻറ്റ് സ്റ്റേജ്. പക്ഷേ മോസ് വരുമ്പോൾ ഗാമെറ്റോഫൈറ്റ് തന്നെ 2 സ്റ്റേജ് കാണിക്കുന്നുണ്ട്. ഒന്നാണ് പ്രോട്ടോണിമ സ്റ്റേജ്, 2 ലീഫി സ്റ്റേജ്. അപ്പോൾ ഇവിടെ ആൻസർ പ്രോട്ടോണിമ സ്റ്റേജ് ആണ്. 6th ക്വസ്റ്റ്യൻ, ഇൻ ബ്രയോഫൈറ്റ്സ് മിയോസിസ് ഒക്കേഴ്സ് ഇൻ. ബ്രയോഫൈറ്റ്സിൽ മിയോസിസ് എവിടെയാണ് നടക്കുന്നത്? ആന്തറീഡിയം എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗനാണ്. ആർക്കിഗോണിയം ഫീമെയിൽ സെക്സ് ഓർഗനാണ്. ഇവിടെ രണ്ടിടത്തും ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർട്സാണ് ഉള്ളത്. പിന്നെ അവിടെ മിയോസിസ് നടക്കാൻ പറ്റില്ല. ഇനി ക്യാപ്സ്യൂളിലാണ് മിയോസിസ് നടക്കുന്നത്. കാരണം ക്യാപ്സ്യൂൾ സ്പോറോഫൈറ്റിൻ്റെ പാർട്ടാണ്. ഇതിൽ മിയോസിസ് നടന്നിട്ടാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർട്സ് ഫോം ചെയ്യുന്നത്. പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ മോസിൻ്റെ ഗാമെറ്റോഫൈറ്റ് ആണ്. ഗാമെറ്റോഫൈറ്റിൻ്റെ ആദ്യത്തെ സ്റ്റേജ്. 7th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ്? ബ്രയോഫൈറ്റ്സ് ലാക്ക് വാസ്കുലർ ടിഷ്യൂസ്. വാസ്കുലർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ്. ബ്രയോഫൈറ്റ്സിന് ഇതില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്.
സ്പോറോഫൈറ്റ് ഈസ് ന്യൂട്രീഷണലി ഡിപ്പെൻഡൻ്റ് ഓൺ ഗമറ്റോഫൈറ്റ്. സ്പോറോഫൈറ്റ് ഗമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ന്യൂട്രീഷന് വേണ്ടിയിട്ട്. കറക്റ്റാണ്, കാരണം ഗമറ്റോഫൈറ്റാണ് ഫോട്ടോസിന്തറ്റിക്. സ്പോറോഫൈറ്റ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഗമറ്റോഫൈറ്റ് ഈസ് ദ ഡോമിനൻറ്റ് ഫേസ്. കറക്റ്റാണ്. ബ്രയോഫൈറ്റ്സ് പ്രൊഡ്യൂസ് സീഡ്സ്. ബ്രയോഫൈറ്റ്സ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇല്ല. അപ്പം 1, 2 and 3 ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്ലാൻ ബോഡി ഓഫ് ബ്രയോഫൈറ്റ്സ് ഈസ് ജനറലി. ബ്രയോഫൈറ്റ്സിൻ്റെ പ്ലാൻ ബോഡി എങ്ങനെയുള്ളതാണെന്ന്. റൂട്ട്, സ്റ്റെം, ലീവ്സ് വിത്ത് വാസ്കുലർ ടിഷ്യൂ? അല്ല. താലോയിഡ് ഓർ ലീഫി വിത്തൗട്ട് വാസ്കുലർ ടിഷ്യൂ? കറക്റ്റാണ്. കാരണം എന്താ, അവർക്ക് താലോയിഡ് ബോഡിയാണ്. കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റെമ്മ്, റൂട്ട് അങ്ങനെയൊന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടില്ല. താലസ് ആണ് അവരുടെ ബോഡി. പക്ഷേ ലീവ്സ് കാണപ്പെടുന്നുണ്ട്, പക്ഷേ വാസ്കുലർ ടിഷ്യൂസ് ഇല്ല. അപ്പോൾ താലോയിഡ് ഓർ ലീഫി വിത്തൗട്ട് വാസ്കുലർ ടിഷ്യൂ, അതാണ് കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ബ്രയോഫൈറ്റ്സിനെ കുറിച്ചുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റും ചെയ്യുക. സോ താങ്ക് യു.